ടു ലൈഫ് ഈസ് ഹാപ്പി സ്റ്റോറി. ഞാൻ എൻ്റെ ഫാമിലിയുടെ മുമ്പിൽ പറയാൻ പോകുന്നത് ഒരു മനോഹരമായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. എന്താണെന്നല്ലേ, ഷെയർ ചാറ്റ് എന്ന ആ സൗഹൃദത്തെ പറ്റി. ഷെയർ ചാറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത് ഒരു കാര്യമുണ്ട്, സ്റ്റാറ്റസ്. അതല്ല, അവരൊരു കമൻറ്റ് ബോക്സ് ഉണ്ട്. ആ കമൻറ്റ് ബോക്സിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാറ്റ് റൂമിൽ കയറി ഇരുന്ന് സംസാരിക്കാൻ പറ്റും. ഈ സംസാരിക്കാൻ പറ്റുന്ന രീതി എന്ന് വെച്ചാൽ അവിടെ ഒരു പ്ലസ് ബട്ടണുണ്ട്. ആ പ്ലസ് ബട്ടണിൽ കയറി ഇരുന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാം, സംസാരിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ പരിചയപ്പെട്ട 4 പേരാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്ന ആൾക്കാർ. മിന്നു, ചാക്കോ, മന്നാടി, പിന്നെ നിങ്ങളുടെ സ്വന്തം സഹദ്. അപ്പം ഞങ്ങൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് ഫ്രണ്ട്സൊന്നുമില്ല, എനിക്ക് സംസാരിക്കാൻ ആരുമില്ല. അങ്ങനെ ആ ഒരു ടൈമിൽ ഞാൻ കയറുന്ന ഒരു ഏരിയ ആയിരുന്നു നമ്മളെ ഷെയർ ചാറ്റ്. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി അത്ര വലിയ ഡീറ്റെയിൽസ് ആയിട്ട് അറിയത്തില്ല. യൂട്യൂബിൽ കയറിയ ആ ഒരു സംഭവം പോലെ ആണ് അവിടെയും കയറിയത്. പക്ഷേ അതിൻ്റെ നടുക്കൊരാളുണ്ടായിരുന്നു. ആ ആളെ പരിചയപ്പെട്ടതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, മുന്നാന്ന് പറഞ്ഞു. അവനും ഞാൻ അതേപോലെ ഒരു ഗ്രൂപ്പ് വഴി പരിചയപ്പെട്ടതാണ്. ഞങ്ങൾ നല്ല രീതിയിൽ സംസാരിച്ച് ഒക്കെ 1 മണി വരെ 2 മണി വരെയൊക്കെ ഇന്ന് സംസാരിച്ചൊരു ടൈമുണ്ട്. അപ്പം പുള്ളി ക്യാൻസറും, ഞാൻ നേരത്തെ മറ്റേ ബ്ലോഗിൽ പറഞ്ഞ പോലെ ബോറടിപ്പിക്കുന്നില്ല, പറഞ്ഞ പോലെ ക്യാൻസറും കോവിഡ് ഒന്നിച്ച് വന്ന് മരിച്ചുപോയി. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. അപ്പം അതുവരെ ഞാൻ ആ പുള്ളി നല്ല രീതിയിൽ കോളിംഗ് ഉണ്ടായിരുന്നു, സംസാരം ഉണ്ടായിരുന്നു. പിന്നെ അവൻ്റെ ഹോസ്പിറ്റലിൽ പോയാലെല്ലാം ഒരു ബ്രദർ ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ആണ് ഞാനും അവനും. പക്ഷെ അവനെ പറ്റി പറയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീലായിരിക്കും. അപ്പം അങ്ങനെ പരിചയപ്പെട്ടതാണ് സഫ എന്ന് പറഞ്ഞ ഒരാൾ. അതും കുറച്ച് എന്താ പറയുക, ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് വേണ്ടാന്ന് വെച്ച് വേറൊരു ഫ്രണ്ട്ഷിപ്പൊക്കെ തേടിപ്പോയി. പിന്നെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായി കൂട്ടത്തിൽ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ പെൺകുട്ടി മിന്നു, അവൾ എന്നെ എല്ലാ കാര്യത്തിലും, അവളായാലും ചാക്കോച്ചനായാലും മന്നാടി ആയാലും എൻ്റെ എല്ലാ കാര്യത്തിലും ഫുൾ സപ്പോർട്ടായി. ഞാൻ യൂട്യൂബ് തുടങ്ങി ആ സമയം തൊട്ട് ഈ സമയം വരെ എന്നെ ചേർത്ത് നിർത്തുന്നതും നിന്നെക്കൊണ്ട് പറ്റും എന്ന് പറയുന്നതും, എൻ്റെ ഫാമിലി പറയാനുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ആ ഒരു സുഹൃത്താണ്, എൻ്റെ വൺ ആൻഡ് ഓൺലി ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ അവളാന്ന് പറയുന്നത് ഇങ്ങനൊരു വീഡിയോ ചെയ്ത് നമുക്ക് സെറ്റാക്കാമെന്നൊക്കെ പറഞ്ഞത്. സൗഹൃദം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു വില ഏറിയതാണ്. അതേപോലെയാണ് എനിക്ക്. ഇപ്പോൾ ഞങ്ങൾ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, എല്ലാ സംഭവമുണ്ട്. പക്ഷേ ഞാൻ അവിടുത്തെ ഒരു കാര്യം പറഞ്ഞു, നമുക്ക് ഈ ഷെയർ ചാറ്റില്ലാതെ സൗഹൃദം വേണ്ട. ഷെയർ ചാറ്റിൽ സംസാരിക്കണം. എനിവേ നമുക്ക് പുറത്തൊരു സൗഹൃദവും ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാക്കി എടുക്കുമെന്ന് പറഞ്ഞു. അവരെല്ലാം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞ് ഞാനാണ് അങ്ങോട്ട് പറഞ്ഞത്. പക്ഷേ ഞാൻ ഈ ഫ്രണ്ട്ഷിപ്പിനകത്തൊക്കെ ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. എനിക്കത് ഇഷ്ടമാണ്. കാരണം ഇന്നും ഷെയർ ചാറ്റിൽ കൂടെ പല രീതിയിൽ ഞാൻ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതായി പോയെങ്കിലും എൻ്റെ മൈൻഡ് എൻ്റെ അടുത്ത് അത് എക്സ്പീരിയൻസ് ആയി പോയതുകൊണ്ട് എൻ്റെ മൈൻഡ് എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറയുക, നിന്നെ മനസ്സിലാക്കാൻ പറ്റാത്തയിടത്ത് നീ നിൽക്കണ്ട, മനസ്സിലാക്കാൻ പറ്റുന്നിടത്ത് നീ നിൽക്കാവും. ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചാൽ ഒരു ബർത്ത്ഡേ വന്നാലും ന്യൂ ഇയർ വന്നാലും ക്രിസ്മസ് വന്നാലും എന്തൊരു ബർത്ത്ഡേ വന്നാലും ഞങ്ങൾ ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യും. ഇപ്പം എനിക്ക് ഷെയർ ചാറ്റില്ല, ഞങ്ങൾ കൂടെ ഉള്ളവർക്ക് ഷെയർ ചാറ്റില്ല. ഉള്ള സമയത്ത് ഞങ്ങൾ അടിപൊളിയായിരുന്നു.
പിന്നെന്താണ്, പിന്നെ സൗഹൃദം എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. ഞങ്ങൾ ഈ രാത്രി സമയങ്ങളിൽ അത് ഭയങ്കര കേറി സംസാരിക്കും. കുറേ ഫ്രണ്ട്സൊക്കെ എന്നെ വിട്ട് പോയിട്ടുണ്ടെങ്കിലും പക്ഷെ എന്നെ വിട്ടു പോകാത്ത എൻ്റെ ഈ ഒരു ചങ്കത്തി മാത്രമേ ഉള്ളൂ. അവളെ ഞാൻ അങ്ങനെയല്ല കാണുന്നത്. അവളെ എൻ്റെ കട്ട സിസ്റ്ററായിട്ടാണ് കാണുന്നത്. എൻ്റെ ഫാമിലിയിലുള്ള ഒരാളായിട്ടാണ് ഞാൻ കാണുന്നത്. ആളെ ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിപ്പം 3 വർഷം 4 വർഷമായി ഞങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട്. ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കപ്പ് ആവുന്നതിനല്ല കാര്യം. ആ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തി കൊണ്ട് പോകുന്നതിനാണ് കാര്യമുള്ളത്. പിന്നെ എന്താ പറയുക, ഞാനിപ്പം ഒരു ബർത്ത്ഡേയുടെ സംഭവം വീഡിയോ ആക്കി ഫോട്ടോ എഡിറ്റൊക്കെ ചെയ്തിട്ടില്ലേ, അവൻ്റെ ഗ്രൂപ്പിലെ പേരാണ് ചാക്കോ. പുള്ളിയുടെ റിയൽ നെയിം ജയൻ, മനസ്സിലായോ? പക്ഷെ ഞങ്ങൾ ഗ്രൂപ്പിൽ വരുമ്പം പല നിക്ക് നെയിംസ് ഇട്ടുകൊണ്ട് വരും. അവളുടെ പേര് റിയൽ നെയിം സുരുമയൊക്കെയാണ്, പക്ഷെ അങ്ങനെ പുറത്ത് പറയത്തില്ല. ഇത് കാണുമ്പോൾ അവൾ എന്നെ ചീത്ത വിളിക്കുമോ എന്നെ വഴക്ക് പറയുമോ എന്ന് എനിക്കറിയത്തില്ല. അതിനുള്ള എന്തിനും വല്ല അവകാശം ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്, മനസ്സിലായോ? അത്രയ്ക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു ഞങ്ങൾ. പിന്നെ എന്താ പറയുക, എത്ര വർഷം പോയാലും എത്ര ദിവസങ്ങൾ പോയാലും ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന് അത് അവിടെ തന്നെ നിൽക്കും, എത്ര കാലം കഴിഞ്ഞു പോയാലും. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അവൾ സാധിച്ചെന്നത്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ബോണ്ടിങ്ങും ഒക്കെ അവൾ നല്ല ക്ലിയറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന അവൾ എനിക്ക് തന്നെ ഒരു കാര്യമാണ്. എൻ്റെ ലൈഫിലും ഉണ്ട്, അവളുടെ ലൈഫിലും ഉണ്ട്. ഞങ്ങൾ കൂടുതൽ എല്ലാവരുടെ ലൈഫിലും ഓരോ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ആ സമയത്ത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണെന്ന് വെച്ചാൽ, ഒരു പ്രശ്നം ഉണ്ടാക്കി പോകുന്നത് ഞങ്ങൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട് മരിച്ചു പോയെന്ന് പറഞ്ഞില്ലേ, അവൻ്റെ പേര് ഞാൻ പറയുകയാണെങ്കിൽ മുന്ന, അവൻ്റെ റിയൽ നെയിം കണ്ണൻ. അവൻ പഞ്ചപാവമായിരുന്നു. അപ്പം അങ്ങനെ അത്രയും ആ ഫ്രണ്ട്ഷിപ്പ് ആഴത്തിൽ ഇറങ്ങിപ്പോയോണ്ടാണ് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി ഇപ്പോഴും ഇരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ തമാശയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറയും, പക്ഷേ സീരിയസ് ആയിട്ട് ഞങ്ങൾ പറയുന്നുണ്ട്, എടാ നമുക്ക് ജനുവരി കാണണം, നമുക്ക് നല്ല അടിപൊളി ട്രിവാൻഡ്രം നമുക്ക് കാണാം എന്നൊക്കെ പറയുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിഷമം വന്നാലും സങ്കടം വന്നാലും എല്ലാം ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങളെ ഡീൽ ചെയ്യും. പിന്നെ എന്താ, നിങ്ങളും അതേപോലെ ആയിരിക്കണം. ഇതിൻ്റെ പാർട്ട് 2 ഞാൻ അടുത്തൊരു ബ്ലോഗ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും ആ ബ്ലോഗിനായി വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.